അല്ല നടന്നു. ഇവരവിടെ നിന്നുകൊണ്ട് ജണ്ണിയാത്ര പോലെ അങ്ങ് നടന്നു. ഞാനങ്ങ് സ്പീഡിൽ നടന്നു. എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല സാറേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗാന്ധി വേഷം കെട്ടുമ്പോൾ അങ്ങ് ഒരു ഗാന്ധിയായി മാറുന്നു അല്ലേ? മാറും. അത്രമാത്രം ചടുലമായ ചുവടുവയ്പ്പുകളോട് കൂടിയിട്ട് ഒരു ദണ്ഡി യാത്രയിൽ എന്നതുപോലെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ച് ഞാനത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ടാൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പുള്ളി അറിഞ്ഞ് കോശിയാക്കി വന്ന പുള്ളി ചെങ്ങന്നൂരാരനാണ്. പുള്ളി അവിടെ നിന്നിട്ട് മഹാത്മാഗാന്ധി കീ എന്നൊരു വിളി വിളിച്ചു. അപ്പോൾ ഈ കൂടി വന്നവരും കമ്പനിയിലുള്ള എല്ലാവരും കൂടെ വിളിച്ചു. എനിക്കെന്നും ഈ മനുഷ്യൻ വിസ്മയമാണ്. 10,000-കണക്കിന് വേദികളിൽ രാഷ്ട്രപിതാവിൻ്റെ പ്രതിച്ഛായ അവതരിപ്പിച്ച് കയ്യടി നേടിയ പ്രിയപ്പെട്ട ജോർജ് പോളാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഓർമ്മകളുടെ നടുമുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ ഞാൻ ഗാന്ധിയുടെ ബാപ്പുജി മാപ്പ് എന്ന സ്റ്റേജ് ഡോക്യുമെൻ്ററി ഏകദേശം 50 മിനിറ്റ് ആ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കണ്ടപ്പോൾ കാണാനായിട്ടാണ് അങ്ങ് എൻ്റെ അടുത്തന്ന് വന്നത്. അന്ന് അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതായിരുന്നു. അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ ഇട്ട് പിടിച്ചു. എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, ഞാൻ ഇന്ന ആളാണെന്ന്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുകയും ചെയ്തു, താങ്കൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, അയ്യോ എന്നെക്കുറിച്ച് അങ്ങനെ എന്ത് പറയാനാണ്, ഇത്രയും കണ്ടത് മാത്രം മതി എന്നൊരു വാക്കാണ്. ആ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ. തീർച്ചയായിട്ടും. അതായത് തിളങ്ങുന്ന ഓർമ്മകളാണ് നമുക്കിടയിലുള്ളത്. പിന്നീട് പലവട്ടം അങ്ങയെ കണ്ടു. ഇടുക്കിയിൽ അടിമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയിൽ എത്ര നാളായി പങ്കെടുക്കുന്നു? ഞാനിപ്പോൾ ഒരു 4 വർഷത്തോളമായി. അത്ര കാരണം ഇടയ്ക്ക് സുഖമില്ല വന്നുകൊണ്ടാണ്. പിന്നെ ഈ പറയുന്ന ഡേറ്റിലൊന്നും എന്നെ കിട്ടില്ല. അതിൻ്റെ കാരണം ഒരു 2 വർഷം മുമ്പ് മുതലേ ഓഗസ്റ്റ് 15 ബ്ലോക്കാവും. കാരണം ഇപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒക്ടോബർ 2 ജനുവരി 30 എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ തവണത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും ഞാൻ ശ്രീകുമാർ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഈ വർഷം ഞാൻ ഇന്ന ഡേറ്റിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു ഡേറ്റ് കിട്ടിയാച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗാന്ധിയായിട്ട് വേഷപ്പകർച്ച നടത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ട്? 40 വർഷമായി. കഴിഞ്ഞ 1985 ഏപ്രിൽ 27 ആദ്യമായിട്ട് ഞാൻ ഗാന്ധിയുടെ വേഷം ഇടുന്നത്. ഈ ഗാന്ധിയുടെ മുഖത്തോടൊരു സമാനത തോന്നിയത് ഇതാര് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം നിലയിലാണോ? സ്വന്തം നില, ഞാൻ ആലപ്പുഴ സ്കൂട്ടേഴ്സ് കേരള എന്നുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. ആ സമയത്ത് അന്ന് ഞങ്ങൾക്ക് എല്ലാ വർഷവും, ഇന്നതില്ല, എല്ലാ വർഷവും മെയ് ദിനത്തോടനുബന്ധിച്ച് ഓരോ പ്രോഗ്രാമുകൾ നടത്തുക. അത് അന്ന് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ തൊടുപുഴക്കാരനുണ്ടായിരുന്നു. തൊടുപുഴയിൽ നിന്ന് വന്ന് പാലായിൽ നിന്നുള്ള ജോൺ സാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു, നിങ്ങൾ ഈ മെയ് ദിനത്തിന് ഈ കായിക മത്സരങ്ങൾ മാത്രം വെച്ചാൽ പോരാ, അത് കലാപരമായൊരു സംഭവങ്ങളും വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അങ്ങനെയുള്ള അവസരമൊന്നുമില്ല, പക്ഷേ ഇതുവരെയുള്ള കളക്ടേഴ്സ് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടറാണ് എൻ്റെ ചെയർമാൻ ആ സ്പോർട്സ് കമ്മിറ്റി. അന്ന് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സാറി എന്ന് ഉടനെ അന്ന് ജോസറിയസ് സാറാണ് IAS ഇങ്ങനെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലാ കളക്ടർ. സാറിൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അയ്യോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുവരെ ആരും ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അങ്ങനെ സൂചനകളും തന്നിട്ടില്ല, ഏതായാലും നിങ്ങളത് പറഞ്ഞതിൽ വളരെ നന്ദിയാണ്, ഞാൻ സർക്കുലർ കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങേര് ജില്ലാ കളക്ടർ എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും സർക്കുലർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കലാമത്സരങ്ങളിൽ വന്നപ്പോൾ അതിനകത്ത് ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മത്സരിച്ചിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും മത്സരിക്കാൻ കയറുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും പേര് കൊടുത്തു. ഞങ്ങൾ 6 പേര് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു വേഷം എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിന് വിരോധമില്ല. ഈ ജോൺ സാറിൻ്റെ സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്. അപ്പോൾ അവർ ഈ സാറിനെ അന്വേഷിച്ച് ഞങ്ങളുടെ കമ്പനിയിൽ വരുന്നു. സിസ്റ്ററിൻ്റെ വേഷം ധരിക്കാനാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ എനിക്ക് വേഷം കിട്ടിയില്ല. കാരണം മറ്റൊന്നല്ല, ഞാൻ മഠത്തിൽ ചോദിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് അനുവദനീയമല്ല, വേഷം തന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാവുന്നതോടെ തിരിച്ചു പോന്നപ്പോഴാണ് ഒരു 2 മാസം മുമ്പ് വെറുതെ കൂളറിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 സുഹൃത്തുക്കൾ, അവർ 2 പേരും മരിച്ചുപോയി. ഒന്നൊരു രാമേന്ദ്രൻ നായർ,
രണ്ടും തിരുവനന്തപുരംകാരൻ, ഒന്ന് കേശവൻ നായർ, ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു പോളിൻ്റെ സൈഡ് വ്യൂ കണ്ടിട്ട് ഗാന്ധിയുടെ ഒരു കട്ടുണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് അപ്പം സ്ട്രൈക്ക് ചെയ്തു. ഇതിങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ എന്തായാലും വേണ്ടല്ലോ, അത് ഞാൻ എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരനോട് പറയാം. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്ക് 35 വയസ്സ്. 35 അപ്പോൾ യുവാവായ അവസ്ഥയിൽ 38 വയസ്സായി. 38 വയസ്സ്. അപ്പോൾ 38-ാം വയസ്സിൽ ഗാന്ധിയായിട്ട് ഗാന്ധിയായിട്ട് വേഷം ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു അലക്സ് എന്ന് പറഞ്ഞാണ്, GM അലക്സാണ്ടർ. പുള്ളി ചെറിയ നാട്ടുകാരനാണ്. പുള്ളി ബാലയ്ക്കെല്ലാം ബാഗിലിരുന്നുണ്ട്. അന്ന് അങ്ങനെയാണ് അവിടെ ഒന്ന് സൗണ്ട് കൊടുക്കുക, അങ്ങനെ ആളായിരുന്നു. അപ്പോൾ ഇയാളുടെ നമ്മൾ അലക്സ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അന്ന് നമുക്ക് ശരിയാക്കാം, അതിൽ അഭിനയിക്കുന്നവർ വേറെ 2 പേരുണ്ടെന്ന്, അവരെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം അവരെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞു അതിൽ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മറ്റു 2 പേരും മരിച്ചുപോയി. ഈ അലക്സ് എന്ന് പറഞ്ഞ ആളും കഴിഞ്ഞ വർഷം ഒരു 11 മാസമായുള്ളൂ മരിച്ചിട്ട്. എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം നമ്മൾ ഈ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം ഓരോരുത്തരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒരാളേ ഉള്ളൂ ഒരു മിച്ചം. ആ മിച്ചമുള്ള ആൾ എന്നോട് പറഞ്ഞു, പുള്ളി ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറായിട്ട് റിട്ടയർഡായി. അയാൾ എന്നോട് പറഞ്ഞു, പോളേട്ടാ സൈഡ് വ്യൂ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മുടി പഠിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിവരം ഞാൻ പറഞ്ഞില്ല. മുടി പഠിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുടി പഠിച്ചാലോ, മുടി പഠിക്കാൻ ഗാന്ധിയാക്കാം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു പഠിച്ച് കളയാൻ, പഠിച്ചാൽ പിന്നെ രണ്ടാമത് വരുമല്ലോ, പോയെങ്കിൽ പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മനസ്സോടെ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോഴത്തേക്ക് ഏതൊരു ഭാര്യയ്ക്കും അന്നേരം വിഷമം ഉണ്ടാവും. നല്ലൊരു മുടി, ചുരുണ്ട മുടിയുള്ള മുടി പഠിച്ചാൽ. ഞാൻ പറഞ്ഞു മുടി പഠിക്കാൻ, അയ്യോ മുടി പഠിച്ചാൽ. ഞാൻ പറഞ്ഞു മുടി പഠിച്ചാൽ രണ്ടാമത് വരും എന്നുള്ള ഞാൻ ധൈര്യത്തിൽ തന്നെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ബാർബർ ഷോപ്പിൽ ചെന്ന് ബാർബർ ഷോപ്പുകാരൻ ആദ്യം കൈ വെച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ അപ്പം ഞാൻ ഈ വേഷമാണെന്നുള്ള കാര്യം സീക്രട്ടാണ്, ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം കമ്പനിയിൽ ചെന്നു, ശനിയാഴ്ച ദിവസമാണത്. ചെന്ന് കഴിഞ്ഞ് വാണിംഗ് സൈറിനടിക്കും. വാണിംഗ് സൈറിനടിക്കുമ്പോഴാണ് കമ്പനിയിൽ വരാവുള്ളൂ, ആ സമയത്ത് ചെല്ലണം. അങ്ങനെയാണ്. ഞാൻ മാത്രമേ അവിടെ ഇല്ല. അപ്പോൾ പലരും ചോദിച്ചു എന്താണ് വേഷം. ഞാൻ പറഞ്ഞു വേഷം പിന്നീട് പറയാം. സീക്രട്ടാക്കി, ടോപ്പ് സീക്രട്ടാണ്. ഞങ്ങൾ അടുത്തുള്ളൊരു വീട്ടിൽ, ഒരു കുടിലാണ്, ആ വീട്ടിലിരുന്ന് അതിൻ്റെ ഒരു 10-300 മീറ്റർ ഡിസ്റ്റൻസോ അവിടെ ഇരുന്ന് ചെയ്തു. അപ്പോൾ അവിടുത്തെ അയാൾ മരിച്ചുപോയി. അയാൾ ഗാന്ധിയെ കണ്ടിട്ടുള്ള ആളാണ്, അമ്മ. പുള്ളി ഇത് മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അയാളെ വിളിച്ച് കഥ തുറന്നു കാണിച്ചപ്പോഴത്തേക്ക് അയാൾ ഗാന്ധിജി എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ കാലേ തൊട്ട് വന്നിച്ചു. അപ്പോൾ പിടിക്കാൻ വടിയില്ല, ഒരു തൂമ്പാക്കായി പുള്ളി എടുത്തു തന്നു. അയാളുടെ മകൻ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ഇത് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇയാൾ ചെന്ന് പറഞ്ഞു, പലരും എൻ്റെ കൂടെ കൂടി സൈറനടിച്ചത്. ഞാൻ ഇവിടുന്ന് മണലാണ് ആ പ്രദേശം, വാടക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അല്ല നടന്നു. ഇവരവിടെ നിന്നുകൊണ്ട് എണ്ണിയാത്ര പോലെ അങ്ങ് നടന്നു. ഞാനങ്ങ് സ്പീഡിൽ നടന്നു. എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല സാറേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഗാന്ധി വേഷം കെട്ടുമ്പോൾ അങ്ങ് ഒരു ഗാന്ധിയായി മാറുന്നു അല്ലേ? മാറും. അത്രമാത്രം ചടുലമായ ചുവടുവയ്പ്പുകളോട് കൂടിയിട്ട് ഒരു ദണ്ഡി യാത്രയിൽ എന്നതുപോലെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ച് ഞാനത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ടുകാരൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പുള്ളി അറിഞ്ഞ് കോശിയാക്കി വന്നതിന് പുള്ളി ചെങ്ങന്നൂരുകാരനാണ്. പുള്ളി അവിടെ നിന്നിട്ട് മഹാത്മാഗാന്ധി കീ എന്നൊരു വിളിച്ചു. അപ്പോൾ ഈ കൂടി വന്നവരും കമ്പനിയിലുള്ള എല്ലാവരും കൂടെ വിളിച്ചു. ഫസ്റ്റ് പ്രൈസ് എനിക്ക്. ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇപ്പോൾ എത്ര സ്റ്റേജുകളിൽ ഗാന്ധിയായിട്ട് അങ്ങ് വേഷം? ഏകദേശം 10,000 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ R. സുകുമാരൻ സാറിൻ്റെ യുഗപുരുഷൻ എന്നുള്ള സിനിമയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ, അതിൽ ഗാന്ധി ഞാനാണ്. സ്ഥലവാസി വിജയാണ് എൻ്റെ. യുഗപുരുഷൻ എന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ ഡോക്യുമെൻ്ററി സീരിയലിലെല്ലാം ഞാൻ തന്നെ കാണിച്ചു. ശ്രീനാരായണ ഗുരു മാത്രം മാറി. ഇപ്പോൾ അടിമാലിയിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അടിമാലിയിൽ എത്തിയിട്ടുള്ളത് നളന്തയുടെ പ്രയാണം 14ാമത്തെ പ്രയാണമാണല്ലോ തുടങ്ങുന്നത്. കഴിഞ്ഞ 13 വർഷവും ഇതിലുണ്ടായിരുന്നു. പക്ഷേ സാറിന് എനിക്ക് ഒരു പ്രത്യേകത പറയാനുള്ളത്, ആൻ്റണി സാറാണ് എന്നെ റജികുമാർ സാറായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതൊരു ഏറ്റവും വലിയൊരു ബന്ധമാണ്. ആ ബന്ധം എനിക്കൊന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇട്ട് തന്നു. ബാക്കിയുള്ള കാര്യം ഞാൻ ഓടി അന്നേരം ബന്ധത്തിനൊന്നും കുറവില്ല. പിന്നെ എന്നെ സഹായിച്ചുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു വാച്ച് തന്ന ആളെ പ്രത്യേകിച്ചും പറയേണ്ട, അയാളുടെ അച്ഛനും മരിച്ചുപോയി. പുള്ളി വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിയെ കാണാനായിട്ടോ ചെന്ന ആളാണ്. പുള്ളിയുടെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു, സ്റ്റോപ്പ് വാച്ച്. ആ വാച്ച് എനിക്ക് ഇങ്ങനെ തന്നു. എന്തായാലും ഈ പ്രോഗ്രാമിന് ഉപയോഗിച്ചോളാൻ വേണ്ടി തന്ന് തിരികെ തരണം എന്നുള്ളൊരു വ്യവസ്ഥയോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഫോട്ടോയും വാച്ചുകളും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഫോട്ടോ വാങ്ങി എടുത്തിട്ട് പറഞ്ഞു വാച്ച് കയ്യിൽ വെച്ചോ. ആ വാച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ വാച്ചിന് എൻ്റെ കിട്ടിയിട്ട് 40 വർഷത്തെ പഴക്കമുണ്ട്. വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് 100 വർഷമായി. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ
100-ാം വാർഷികത്തിന് 100 രാമേന്ദ്രൻ ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ. വലിയ തവണ ഞാൻ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പം അങ്ങ് പോവുകയാണ്. പോവാണ്. പിന്നെ 3-4 പേര് എനിക്ക് പറയാനുണ്ട്. തലവെപ്പം വിട്ടുപോകാൻ പറയുന്നത് ചിക്കു ശിവൻ സാറ് കാർട്ടൂണിസ്റ്റാണ്. അതുപോലെ ജിതേഷ് സാറ് സ്പീഡ് കാർട്ടൂണിസ്റ്റ്. ഇവരൊക്കെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നെയ്ബർ ശ്രീകണ്ഠനാണ് ഏറ്റവും വലിയ നമ്മുടെ ആളെ. ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ ഉടനെ തന്നെ വീട്ടിൽ ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ വീട് വർക്കലയാണ്. എന്നാലും താമസിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? താമസിക്കുന്ന ആലപ്പുഴ. വീട്ടുവിശേഷം? വീട്ടിൽ വൈഫുണ്ട്, ഒരു മോനേ ഉള്ളൂ. മോനൊരു കൊച്ചു കുട്ടിയുണ്ട്. അവൻ ഇന്നും കൂടെ ചോദിച്ചു, അപ്പച്ചാ ഗാന്ധി വേഷത്തിന് പോകണമാണ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വൈഫിൻ്റെ പേര് വത്സ, മകൻ്റെ പേര് പോൾസ്, വൈഫിൻ്റെ പേര് ബീനു, കൊച്ചിൻ്റെ പേര് എൽദോ. അവൻ മൂന്ന് UKG-ലാണ്. അവന് അറിയാം ഞാൻ എന്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ വരുമെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു പോയിട്ട് വരാം, ഇനി വരുന്ന അടുത്തുള്ള ദിവസം കൊണ്ടാന്നും പറഞ്ഞ് അങ്ങനെ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രപിതാവിൽ നിന്നെങ്കിലും രാഷ്ട്രപിതാവിൻ്റെ പ്രതിച്ഛായയായി മാറിക്കൊണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിലും അദ്ദേഹം വേഷപ്പകർച്ച നടത്തുകയാണ് പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയായി. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.